ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. സായി സമ്പൂർണ്ണ അവതാരം തന്നെ. ആ സച്ചിദാനന്ദ സ്വരൂപനെ ഞാനിതാ വന്ദിക്കുന്നു. സിദ്ധേശ്വരനാണ് സായിബാബ. സർവമംഗളങ്ങളുടെയും വിളനിലമാണ് അവിടുന്ന്. ഭക്തകോടികളുടെ അഭയക്ഷേത്രമാണ് സായിനാഥൻ. ആ മഹാപ്രഭുവിനെ നമുക്ക് ഹൃദയപൂർവ്വം പ്രണമിക്കാം. കരുണാമയനാണ് സായീശ്വരൻ. അവിടുത്തെ സ്വന്തമാക്കാൻ വേണ്ടത് നിഷ്കളങ്കമായ ഭക്തിയും ഉറച്ച വിശ്വാസവും മാത്രം. അത്തരക്കാരന് ഒരിക്കലും ഒന്നിൻ്റെയും കുറവ് സായിനാഥൻ വരുത്തുകയില്ല. എൻ്റെ കാര്യം തന്നെ നോക്കൂ. ഞാൻ പാമരൻ. വേദത്തിലോ ശാസ്ത്രങ്ങളിലോ നൈപുണ്യമില്ല. പക്ഷേ അവിടുത്തെ അമൃത തുല്യമായ ചരിതം എഴുതാൻ എനിക്ക് കൊതി തോന്നി. കരുണാമയിയായ ആ അമ്മ ഇങ്ങനെയുള്ള എന്നെക്കൊണ്ട് ഈ ഉജ്ജ്വല ഗ്രന്ഥം എഴുതിച്ചു. മന്ദബുദ്ധിയായ എന്നിൽ ജ്ഞാനവും ധൈര്യവും നിറച്ചു. അങ്ങനെ ഭക്തജനങ്ങളെ കഥാമൃതമൂട്ടാൻ എന്നെക്കൊണ്ട് ഈ ചരിതം എഴുതിച്ചു. സജ്ജനങ്ങളെ, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എനിക്കിതെഴുതാൻ കഴിയുമായിരുന്നോ? ഇത് വെറും കഥകളല്ല. ഇത് വായിച്ചാൽ സംസാര ജീവിതത്തിലെ ചൂടേറ്റു പൊള്ളുന്ന ഹൃദയത്തിൽ കുളിർമഴ പെയ്യും. ഭക്തൻ ഉദ്ധരിക്കപ്പെടും. അവൻ്റെ മനം പ്രേമം കൊണ്ടും ശക്തി കൊണ്ടും നിറയ്ക്കപ്പെടും. പ്രിയമുള്ളവരെ, കലിയുഗത്തിലെ ദുർവാസനകളിലും ദുർവികാരങ്ങളിലും കിടന്ന് ചതയ്ക്കപ്പെടുന്ന നിങ്ങൾ ഈ പവിത്ര കഥ ഏകാഗ്രതയോടെ തെല്ലും മടിയില്ലാതെ കേൾക്കൂ. സായിയെ സ്നേഹിക്കാനായാൽ അവിടുന്ന് നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും തടയും. ഭക്തന് ആഗ്രഹിക്കുന്നതെന്തും നൽകുകയും ചെയ്യും. ഈ അമൃത കഥകൾ ഹൃദയപൂർവ്വം കേൾക്കൂ. അപ്പോൾ സായീശ്വരൻ നമ്മുടെ മാതാവും പിതാവും ഗുരുവും ദയാസാഗരനും മാത്രമല്ല, എല്ലാം ആണെന്ന് ബോധ്യമാകും. എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ. സായി ഈ ശരീരം വെടിഞ്ഞാലും എൻ്റെ അസ്ഥികൾ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ആശയുമേകും. എൻ്റെ സമാധി മണ്ഡപം പോലും നിങ്ങളോട് സംസാരിക്കും, കുശലം പറയും. എന്നെ നഷ്ടപ്പെട്ടുവെന്ന് കരുതരുത്. എന്നെ സദാ സ്മരിക്കൂ. എന്നിൽ വിശ്വസിക്കൂ. ഹൃദയപൂർവ്വം എന്നെ സ്നേഹിക്കൂ. നിനക്ക് പരമമായ ശാന്തിയും സുഖവും ലഭിക്കും. മഹാപ്രഭോ സായീശ്വര, അവിടുത്തെ പാവനമായ തൃപ്പാദത്തിൽ നിന്നും ഞാൻ ഒരിക്കലും വിട്ടുപോകരുതേ. അവിടുത്തെ കൃപാകടാക്ഷം സദാ ലഭിക്കണമേ. ഇതുമാത്രമാണേ അടിയൻ്റെ പ്രാർത്ഥന. ദയാസാഗര, ഈ ജനന മരണ ചക്രത്തിൽ കിടന്ന് എനിക്ക് മതിയായി. വിഷയസുഖങ്ങളുടെ പുറകെ പായുന്ന ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണമേ. ഇന്ദ്രിയങ്ങൾ കെട്ടുപൊട്ടിച്ച് ഭ്രാന്തമായി പായുകയാണ്. അതിനെ തടുത്തു നിർത്തണേ. ഇന്ദ്രിയങ്ങൾ അടങ്ങാത്തിടത്തോളം കാലം ആത്മാവിനെ അറിയാൻ കഴിയില്ലല്ലോ. അതില്ലാതെ എങ്ങനെ ശരിയായ ആനന്ദമറിയാനാകും? മരണവേളയിൽ ഭാര്യയും മക്കളും മിത്രങ്ങളും നോക്കി നിൽക്കുകയുള്ളൂ. അവർക്കൊന്നും ചെയ്യാനാകില്ല. പ്രഭോ, അവിടുന്ന് മാത്രമല്ലേ അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ, എനിക്ക് ആശ്വാസം നൽകുകയുള്ളൂ. സായിനാഥ, എന്നിലുള്ള തർക്കവാദ വാസനകൾ അവിടുത്തെ ദയാവായ്പിനാൽ ഇല്ലാതാകണമേ. സദാ തിരുനാമം ജപിക്കാൻ ആസക്തി നൽകണമേ. സമസ്തവും മറന്ന് സദാ അവിടുത്തെ മാത്രം സ്മരിക്കാനുള്ള കഴിവ് നൽകൂ. വിഭോ, എന്നിൽ അഹങ്കാരം കീഴടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. മഹാപ്രഭു, തിരുനാമത്തിൻ്റെ മഹാശക്തി അനുപമം. അതെപ്പോഴും ജപിക്കാനാകും വിധം ഞാൻ മറ്റെല്ലാം മറക്കണേ. മനസ്സ് അതിൻ്റെ ചപലതകളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും പിന്മാറി ശാന്തവും ദൃഢവുമാകണേ. ഒരിക്കൽ മാത്രം ആ കൃപ ഞങ്ങളിലേക്ക് ഒഴുകിയാൽ ഞങ്ങളുടെ അജ്ഞാനമകലും. അവിടുത്തെ ചിറകുകൾക്കിടയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണേ സ്വാമി. ഞങ്ങളുടെ പൂർവ്വ സുഹൃതത്തിലാണല്ലോ അവിടുത്തെ ചരിതാമൃതം നുകരാനും ഈ മോഹനിദ്രയിൽ നിന്നുണരാനും ഞങ്ങൾ പ്രാപ്തരായത്. സജ്ജനങ്ങളെ, സായിനാഥൻ്റെ അമൃത കഥകൾ കേൾക്കാൻ നിങ്ങളുടെ കാതുകൾക്ക് കൊതിയുണ്ടാകണം. അതിനായി ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. 25-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.